പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയും അതിനോടനുബന്ധിച്ചുണ്ടായ പ്രഖ്യാപനങ്ങളും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാന്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾക്കെതിരെയുള്ള ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങൾക്ക് അമേരിക്ക പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതോടെ മേഖലയിൽ സമാധാനം എന്നത് വിദൂര സ്വപ്നമായി മാറുകയാണ്. ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നത് തുടരുകയാണെങ്കിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ അമേരിക്ക പിന്തുണയ്ക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇറാന്റെ ആണവ മോഹങ്ങളെയും ദീർഘദൂര മിസൈൽ പരീക്ഷണങ്ങളെയും ട്രംപ് വളരെ ഗൗരവകരമായാണ് കാണുന്നത്. ഇറാൻ വീണ്ടും ശക്തി പ്രാപിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവരെ തകർക്കേണ്ടതുണ്ട്. നാം അവരെ തകർക്കുക തന്നെ ചെയ്യുമെന്ന ട്രംപിന്റെ വാക്കുകൾ ഇറാന് നേരെയുള്ള പരസ്യമായ യുദ്ധ പ്രഖ്യാപനമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രയേലിന്റെ സുരക്ഷാ മുന്നറിയിപ്പുകളെ തുടർന്ന് അമേരിക്ക ഇതിനോടകം തന്നെ ചില നീക്കങ്ങൾ നടത്തിയിട്ടുമുണ്ട്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന പേരിൽ ഫോർഡോയിലെ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ ലാബിൽ അമേരിക്ക ബോംബാക്രമണം നടത്തിയത് ഇതിന്റെ സൂചനയാണ്. ഇറാനെ ഒരു കാരണവശാലും ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് വൈറ്റ് ഹൗസ്. ഗാസ മുനമ്പിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിനായി ഡൊണാൾഡ് ട്രംപ് വിഭാവനം ചെയ്ത സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടം വളരെ സങ്കീർണമാണ്.